അക്ഷരലോകത്തിന്റെ പടിമുറ്റത്ത് എത്തിനോക്കാൻ കഴിയാത്ത നിരാലംബ ഗോത്ര സമൂഹങ്ങൾക്ക് എന്നും വനമാണൊരു അഭയകേന്ദ്രം. കുലത്തൊഴിലിലേക്ക് മടങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഇവരിൽ ഏറെയും. ഈ ബാല്യങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള തീവ്രയത്നത്തിലാണ് ഭദ്രാസനം. മലയോരങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഗോത്ര സമൂഹങ്ങൾക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള സുതാര്യമായ രീതികളാണ് നാം ഇവിടെ അവലംബിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും മാതൃകാപരമായ ഈ പ്രവർത്തന ശൈലി ആദിവാസി മുന്നേറ്റത്തിന് കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുകയും ഈ ശൈലിക്ക് കേരളത്തിന്റെ ആകമാന ശ്രദ്ധ ലഭിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ആശിക്കാം. ഇസ്ലാം മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന കടലോര പ്രദേശമാണ് പൊന്നാനി. മത്സ്യബന്ധനം ഉപജീവനമായി സ്വീകരിച്ചവർ അധിവസിക്കുന്ന പ്രദേശം. സാക്ഷരതയുടെ ശരാശരിക്കും പിന്നിലാണ് ഈ സമൂഹം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഒന്നായ മലപ്പുറം ജില്ലയിൽ പൊന്നാനി എന്ന സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മാർത്തോമ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഈ സ്കൂളിൽ പഠനം നടക്കുന്നു. അടുത്ത വർഷം 3ാം ക്ലാസ് തുടങ്ങാനാണ്. 1995 ഈ സ്കൂള് പ്രവർത്തനം ആരംഭിച്ചത്. വളരെ സാധ്യതയുള്ള ഒരു സ്കൂളാണിത്. ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കാൻ എത്തുന്നുണ്ട്. എന്നാൽ സ്ഥലപരിമിതി മൂലം ഞങ്ങൾ അഡ്മിഷനൊക്കെ കുറച്ചു വെച്ചിരിക്കുകയാണ്. ഈ ജനതയ്ക്ക് കുറഞ്ഞ ചെലവിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിനായി ഭദ്രാസനത്തിന്റെ ചുമതലയിൽ ആരംഭിച്ചതാണ് സെയിന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. വിജ്ഞാന സാഗരത്തിന്റെ പടിവാതിൽക്കൽ ജ്ഞാനത്തിന്റെ മണിമുത്തുകളെ നെഞ്ചിലേറ്റുന്ന കുരുന്നുകൾ വിളിച്ചോതുകയാണ് വി ഷാൽ ഓവർകം. വടക്കൻ മേഖലയിലെ സുവിശേഷ സേവികാ സംഘത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ചന്തക്കുന്ന്. ഇഞ്ചിക്കാലായിൽ ഏലിക്കുട്ടിക്കൊച്ചമ്മയുടെ സജീവ സാന്നിധ്യം ഈ സേവികാ സംഘത്തിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. സേവികാ സംഘം സേവിനിമാർ ഇവിടെ താമസിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്നു. ഭദ്രാസനത്തിന്റെ വികസന ഏജൻസിയായ സ്വാക്കിന്റെ നിയന്ത്രണത്തിൽ ചന്തക്കുന്ന് കേന്ദ്രമാക്കി ഒരു വനിതാ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു. നിലമ്പൂർ ചുങ്കത്തറ കുടിയേറ്റത്തിന്റെ നായകനായിരുന്ന പ്ലാവുങ്കൽ അച്ഛനു ശേഷം ഈ പ്രദേശത്തെ സഭയുടെ സാന്നിധ്യം ഏറ്റെടുത്തത് മലബാറിന്റെ മാണിക്യമായ പടിഞ്ഞാറ്റിടത്ത് ദിവ്യശ്രീ ജെ ജോസഫ് കശീശയാണ്. ഈ മേഖലയിലെ മിക്ക ഇടവകകളുടെയും രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച ജെ ജോസഫ് അച്ഛൻ ഇപ്പോൾ ക്ഷീണിതനെങ്കിലും പ്രാർത്ഥനയിലൂടെ പിൻബലമേകുന്നു. പുതിയ തലമുറയെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ച് പിന്നണിയിലേക്ക് മടങ്ങുന്ന അച്ഛനെ ഭദ്രാസനം എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നുവരുന്ന ഒരു കലാലയമാണ് ചുങ്കത്തറ മർത്തോമ കോളേജ്. നിലമ്പൂർ ചുങ്കത്തറ മേഖലകളിലെ ഗ്രാമീണ ജനതയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഏക കേന്ദ്രമാണ് നമ്മുടെ ഈ കോളേജ്. കാലം ചെയ്ത ഋഷിവര്യനായ നിതാന്ത്യ വന്യ ദിവ്യ ശ്രീ ഈശോ മാർ തീമോഥെയോസ് തിരുമേനിയുടെ ആത്മസാക്ഷാത്കാരമാണ് ചുങ്കത്തറ മർത്തോമ കോളേജ്. 1981 ഈശോ മാർ തീമോഥെയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ കോളേജ് അതിന്റെ 25ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജൂബിലി ആഘോഷ നിറവിലേക്ക് കിടക്കേണ്ട കോളേജ് മലബാറിലെ കിഴക്കൻ എറണാടിന്റെ തികഞ്ഞ കുഗ്രാമമായ ചുങ്കത്തറയിൽ കർഷകരും കർഷക തൊഴിലാളികളും
ഹരിജനങ്ങളും ഗിരിജനവും ഭൂരിപക്ഷം അടങ്ങുന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ നടന്ന നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ വിലയിരുത്തൽ ചുങ്കത്തറ മാർത്തോമ കോളേജിന് B++ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അനൌപചാരിക വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തി കോളേജ് ക്യാമ്പസിൽ നടത്തുന്ന വനിതാ തയ്യൽ കേന്ദ്രം നിർധനരായ ഗ്രാമീണർക്ക് പരിശീലനത്തിന് സഹായകരമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വൈവിധ്യം പുലർത്തി വിദ്യാർത്ഥികൾക്ക് മൂല്യബോധവും ദിശാബോധവും നൽകുന്നതിലൂടെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ്. ചുങ്കത്തറയിലെ അപ്പു മുതലാളിയിൽ നിന്നും 1981 കാലം ചെയ്ത ഈശോമാർ തിമത്യോസ് തിരുമേനി AUP സ്കൂൾ വിലയ്ക്ക് വാങ്ങി. 2000 മാർത്തോമ ഹൈസ്കൂളായും ഹയർ സെക്കൻഡറി സ്കൂളായും ഈ സ്ഥാപനം വളർന്നു. ഇപ്പോൾ ഇതിന്റെ മാനേജരായി അഭിവന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനി പ്രവർത്തിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലായി ഏകദേശം 2800 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നു. മലപ്പുറം ജില്ലയിൽ എല്ലാ തരത്തിലും പ്രശസ്തി നേടിയതായിട്ടുള്ള ഈ സ്ഥാപനം എല്ലാ തുറകളിലും ഈ പ്രദേശത്തിന് ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വളരെ സംഭാവന ചെയ്യുന്നതിന് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ ചുങ്കത്തറയുടെ തിലകക്കുറിയായി ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുന്നു. ചുങ്കത്തറ നിലമ്പൂർ മേഖലകളിൽ കുടിയേറിയ മാർത്തോമ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏക ആശ്രയമായിരുന്നു ചുങ്കത്തറ മിഷൻ ആശുപത്രി. അർപ്പണബോധമുള്ള ഡോക്ടേഴ്സിന്റെ അഭാവം ആശുപത്രി പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരുന്നുവെങ്കിലും സമീപകാലത്തുണ്ടായ പുരോഗതി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. മലബാറിലെ മാരാമൺ എന്നറിയപ്പെടുന്ന ഭദ്രാസന കൺവെൻഷൻ കഴിഞ്ഞ 53 വർഷങ്ങളായി ചുങ്കത്തറയിൽ നടക്കുന്ന ആത്മീയ സമ്മേളനമാണ്. പ്രൌഢഗംഭീരമായ പ്രഭാഷണങ്ങൾ കൊണ്ടും ചിട്ടയായ സംഘാടനം കൊണ്ടും ഈ കൺവെൻഷൻ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. 8 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ഈ കൂടിവരവ് ഭദ്രാസനത്തിന്റെ ആകമാനമായ പുതുക്കത്തിനും ആധ്യാത്മിക ചൈതന്യത്തിനും വഴിയൊരുക്കുന്നു. എല്ലാ ദിവസങ്ങളിലുമുള്ള പൊതുയോഗങ്ങൾക്ക് പുറമെ വേദപഠന ക്ലാസുകൾ, കുട്ടികളുടെ സമ്മേളനങ്ങൾ, സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള സമ്മേളനങ്ങൾ, സംഘടനകളുടെ പ്രത്യേക മീറ്റിംഗുകൾ എന്നിവ ആധ്യാത്മിക ചൈതന്യം പകരുന്ന വേദികളാണ്. പ്രത്യേകം തയ്യാറാക്കിയ മദ്ബഹായിൽ വെച്ച് അഭിവന്യ തിരുമേനിമാർ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷ ആത്മനിർവൃതിയുടെ നവ്യാനുഭവങ്ങളാണ്. വൈവിധ്യമാർന്ന ശുശ്രൂഷകളുടെ സംഗമസ്ഥാനമാണ് ഉപ്പടയിലുള്ള മലബാർ മിഷൻ കോംപ്ലക്സ്. നിരാലംബരും നിരാശ്രയരുമായ വയോജനങ്ങളുടെ പാർപ്പിട സ്ഥാനമാണ് ഉപ്പട കരുണാലയം. ജീവിത സുരക്ഷിതത്വത്തിന്റെ മതിലുകൾക്കകത്ത് സുഖലോലുപരായി ജീവിക്കുന്ന നമുക്ക് ഈ ഹൃദയഭേദമായ കാഴ്ചകൾ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ലയോ?